ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഭാഗത്ത് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാറുണ്ടായില്ല. വേറെ ഒന്നുമല്ല, കുറച്ച് ഹോസ്പിറ്റൽ പ്രോബ്ലമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പിരമിഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ട് ഫുള്ളും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഈജിപ്ത് എന്ന് കേട്ടാൽ ആദ്യം ഓടിയെത്തുന്നത് പിരമിഡുകളായിരിക്കും. ഈജിപ്തിലെ തന്നെ ഏറ്റവും വലിയ പിരമിഡാണത്, ദ ഗ്രേറ്റ് പിരമിഡ്. നൈൽ നദിയുടെ പടിഞ്ഞാറേ ഭാഗത്താണ് ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന പട്ടികയിൽ നിലനിൽക്കുന്ന ഒരു പിരമിഡാണ് നമ്മെ കാണുന്ന ഒരു പിരമിഡ്. എന്തൊക്കെ പറഞ്ഞാലും ഈ പിരമിഡ് ഒരു അത്ഭുതം തന്നെയാണ്. പാരീസിലെ ഈ ഈഫൽ ടവർ പൂർത്തിയായി 4000 വർഷം മുമ്പേ പണിതതാണ് ഈ കാണുന്ന പിരമിഡും. മരണത്തിന് ശേഷം ഈജിപ്തിലെ രാജാക്കന്മാരായ ഫറവന്മാർ ദേവന്മാരായിരുന്നു എന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചത്രേ. ഇവർക്ക് വേണ്ടി ഈജിപ്തുകാർ ഇവർക്ക് കുറേ ക്ഷേത്രങ്ങൾ പണിതു കൊടുത്തു. അതിൽ ഒന്നാണ് നമ്മൾ ഈ കാണുന്ന ഈ പിരമിഡ്. ഇതിൻ്റെ ഉള്ളിൽ തമ്പകൂടങ്ങളും അതേപോലെ തന്നെ ശവകൂരിടങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുന്നത് പതിവാണ്. ഇങ്ങനത്തെ ഓരോ പിരമിഡുകളും ഓരോ രാജാക്കന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിൽ ഒരു പിരമിഡാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദ ഗ്രേറ്റ് പിരമിഡ്. അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നോ, ആരൊക്കെ വരുന്നുണ്ടെന്നോ ഒന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത പലതരം ജീവികളുണ്ടാവാം. ഓരോരുത്തർക്കുള്ള ഓരോ വിശ്വാസങ്ങളുണ്ടാവാം. എന്തൊക്കെ പറഞ്ഞാലും ഈ ഈജിപ്തിന് ഒരു കേടുപാടം സംഭവിച്ചില്ല ഇത്രയും വർഷങ്ങളായിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പിരമിഡുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിരുന്നു കാണാം. എന്താണെന്നല്ലേ ഈ പിരമിഡുകൾക്ക് ഇത്രയും വലിയ പ്രത്യേകത നമുക്ക് കാണാം. അതിന് സിമ്പിളായിട്ടൊരു ഉത്തരം പറയാം. പിരമിഡിൻ്റെ താഴെയായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഫോട്ടോ എടുക്കാൻ ചാരി നിൽക്കുന്ന ആ കല്ലിന് 2000 ഭാരമുണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാവൂ. 40-40 പേര് ഓരോ കല്ലുകൾ അട്ടി വെച്ചാണ് ഈ കാണുന്ന പിരമിഡ് ഇങ്ങനെ ഉണ്ടായത്. അതിന് ഓരോ കല്ലിന് ഏകദേശം 23 ലക്ഷം കല്ലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. പുതിയ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഈ പിരമിഡ് 10,000 തൊഴിലാളികൾ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഓരോ കല്ലുകൾ ഇങ്ങനെ അട്ടിയിട്ടിട്ട് പോകും എന്നാണ് കരുതപ്പെടുന്നത്. ചില കല്ലുകൾക്ക് 10,000, 5,000, 15,000 കിലോ ഭാരമുണ്ടാവും. ഓരോ കല്ലുകൾക്ക് ഓരോ വെയിറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് 10,000 കിലോ ഉള്ള ഒരു ഗ്രാനൈറ്റ് കല്ലുകളാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ കല്ലുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന്. അത് വേറെ എവിടെ നിന്നുമല്ല, അവിടുന്ന് 800 മീറ്റർ ദൂരമുള്ള ഒരു നദിയിൽ നിന്ന് കപ്പലിൽ കൊണ്ടുവന്ന ഓരോ കല്ലുകളാണ് കാണുന്നത്. ഈ കല്ലുകൾ കറക്റ്റായിട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് ഇന്നും കിട്ടാത്തൊരു ചോദ്യമാണ്. ഇവർ ഇതിനു വേണ്ടിയുള്ള കല്ലുകൾ ഇവിടേക്ക് എങ്ങനെ എത്തിച്ചു എന്നുള്ളൊരു കാര്യം എന്നും എന്തൊക്കെ പറഞ്ഞാലും ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരെ സമ്മതിച്ചേ പറ്റൂ. കാരണം ഇങ്ങനത്തെ ഓരോ കല്ലിന് ഇത്രയും ഭാരമുണ്ടെങ്കിലും അവരെങ്ങനെ മുകളിലേക്ക് എത്തിച്ചെന്നു എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു കല്ലെന്ന് പറഞ്ഞാൽ വലിയൊരു കല്ലായിരിക്കും. പക്ഷേ ഈ കല്ല് എങ്ങനെ ചെറുതാക്കി എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് കട്ട് ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ എങ്ങനെ കട്ട് ചെയ്തു, എന്ത് വെച്ച് കട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. എന്നാലും ഞാനിതൊന്ന് പറയാൻ നിൽക്കുകയാണ്. പക്ഷേ ഇതിനു വേണ്ടി തന്നെ വേറെ ചില സാധനങ്ങൾ ആവശ്യമുണ്ടായിരിക്കും. ഈ കല്ലിനെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിന് വേണ്ടിയുള്ള സിമെൻറ്റ് പോലത്തെ പദാർത്ഥങ്ങൾ വേറെ വേണം. പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കി, എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ളൊരു ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിലർ പറയുന്നു ഇത് ചുണ്ണാമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. ചുണ്ണാമ്പ് കൊണ്ട് ഉണ്ടാക്കിയാൽ തന്നെ ഇതെങ്ങനെ നിൽക്കും ഇത്രയും കാലം? അതൊക്കെ ഒരു നിഗൂഢതയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കുറേ പഠിക്കാനുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ജീവികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏലിയൻ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഇതിനേലും വലിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ നമുക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനേലും വലിയൊരു വീഡിയോ പിന്നെ വരാം. അപ്പോൾ
ബൈ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒന്നും പറഞ്ഞല്ല, ബെല്ലൈക്കൺ അടിച്ചങ്ങോട്ട് വിളിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ശരി.